നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. ഒരുപാട് പേരുടെ ചോദ്യമാണ് മരണാനന്തര ജീവിതം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്. വിശദമായി തന്നെ ചില ഉദാഹരണങ്ങളോടുകൂടി ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. മരണാനന്തര ജീവിതം ഉണ്ടോ? പലരുടെയും ചോദ്യമാണ്. കാര്യം, ഞാൻ ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് മറ്റൊരു ചാനലുണ്ട്, അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പലരുടെയും സംശയമാണ്, മരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം മകൻ മരിച്ചുപോയി, മകൻ വീണ്ടും എൻ്റെ മകനായി തന്നെ ജനിക്കുമോ? അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി, അടുത്ത ജന്മത്തിൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ? ഇനി അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ എന്നുള്ളത്. അതിൽ നിന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരവും ആത്മാവും രണ്ടും പരസ്പരം രണ്ട് ഭാഗത്തേക്ക് വിട്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ശരീരവും ആത്മാവും ഒന്നിക്കുന്നതാണ് ജനനം. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ 120 വർഷവും 5 ദിവസവുമാണ് പരമായുസ്, മാക്സിമം മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാലം ജീവിച്ചിരുന്നവരുണ്ട്. എങ്കിലും ഈ വയസ്സ് വരെ ജീവിച്ചിരിക്കും. പക്ഷേ 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളെപ്പോഴും മരണം പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്ന ബോണസായിട്ട് കരുതി മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നു, ഇല്ലെങ്കിൽ നമ്മളതിനെ നശിപ്പിച്ച് കളയുന്നു. ആത്മാവ് നശിക്കുന്നുണ്ടോ? ആത്മാവ് നശിക്കുന്നില്ല എങ്കിൽ മാത്രമേ ആ ആത്മാവ് മറ്റൊരു ജന്മം എടുക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആത്മാവുണ്ടോ, അതായത് മരണത്തോടുകൂടി ശരീരവും ആത്മാവും നശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നശിക്കുന്നില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, എനിക്ക് തന്നെ ഒരു നല്ല രീതിയിലൊരു അനുഭവം ഞാനതിന് വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു രൂപരേഖ ഇന്ന് ഞാൻ പറയാം. അപ്പം മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. വീണ്ടും മറ്റൊരു ജന്മം കിട്ടാത്തതോ മോക്ഷപ്രാപ്തി കിട്ടാത്തതോ ആയിട്ടുള്ള ആത്മാക്കളാണ് ഈ പ്രേതങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന പലരുടെയും ശരീരത്തിലേക്ക് കയറുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിക്കുന്ന ഒരുപാട് വളരെ നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ ഞാൻ എൻ്റെ ചാനലിൽ അവതരിപ്പിക്കുന്നത്. പ്രേതബാധ അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ ഈ അടുത്ത സമയത്തിന് എൻ്റെ അടുത്തൊരു ഒരാൾ വന്നിരുന്നു. അത് ഇവിടെ നല്ല കാനഡയിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് അറിയേണ്ടത്, അവർക്കിപ്പോൾ ഒരു തീർത്തും വയ്യാത്തൊരവസ്ഥയാണ്. അവർക്കൊരു ഇടയ്ക്ക് വെച്ചൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതിന് ശേഷം അവർക്ക് വളരെ മോശം ആരോഗ്യസ്ഥിതിക്ക് ഒരുപാട് നശിച്ചു പോയി. അത് അവർക്കൊരു ഭയം, അത് മറ്റെന്തെങ്കിലും പ്രേതബാധയുടെ ദോഷമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. വന്ന സമയത്തിന് അവർക്കുണ്ടായ ഒരു അനുഭവം എന്നോട് പറയുകയുണ്ടായി. ആൾ മലയാളിയാണ്, വർഷങ്ങളായിട്ട് കാനഡയിലുണ്ട്. അപ്പോൾ ഒരു ദിവസം അവർക്കൊരു അസുഖം വരികയും തീർത്തും അവശ്യമായിപ്പോയി. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ട് ചെല്ലൊരു ആശ്വാസം വന്നു. അപ്പോഴത്തേക്ക് അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തി. ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും അടുത്തുണ്ട്. നിൽക്കുന്ന സമയം തന്നെ ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ ബോധം മറഞ്ഞുപോയി. ഇവർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇവർക്ക് അറിയാനേ പറ്റുന്നില്ല. എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഓർമ്മയുണ്ട്. അതായത് ആദ്യം അവരെന്നോട് പറഞ്ഞത്, അവർക്ക് ആദ്യം തീർത്തും ബോധം നഷ്ടപ്പെട്ടു പോയി, ഒന്നും അറിയുന്നില്ല. പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ നാട്ടിൽ, അത് കേരളത്തിലാണ് അവരുടെ സ്ഥലം, കേരളത്തിൽ അവരുടെ അച്ഛൻ, അമ്മ, മറ്റു കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇവരെ കാത്തിരിക്കുകയാണ്. ഇവർ നേരെ ആ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ അവരോട് കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സ്നേഹം ഇവർക്ക് അവരോടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ഇവരുടെ ഭർത്താവും കുട്ടികളും ഈ കാനഡയിൽ ഇവരുടെ ശരീരത്തിനടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആയിരുന്നു ഇവരെല്ലാവരും ഒന്നിച്ച് എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്തോ ഒരു ആശ്വാസം കിട്ടിയതുപോലെ, ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവരുടെ
ഈ അച്ഛൻ, അമ്മ, മറ്റു ആൾക്കാർ, ഒരുപാട് ബന്ധുക്കളുണ്ട്. അവരെല്ലാവരെയും കാണുകയാണ്. അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി അവരുടെ ഒരു പഴയ വീടുണ്ട്, ആ വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിലേക്ക് ഇവരും വന്നു. പക്ഷെ അവിടേക്ക് വന്നപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സന്തോഷം. അവർ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യമാണ്. ഇത്രയും നാളും ഞാൻ ഏതോ ഒരു പിടിയിലായിരുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ബന്ധനത്തിലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ എന്നെ ഇത്രയും നാളും സ്നേഹിച്ച അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മക്കളെക്കുറിച്ചോ എൻ്റെ ഭർത്താവിനെ കുറിച്ചോ എനിക്ക് ഒരു ചിന്തയും എനിക്കുണ്ടാകുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇതെല്ലാം അങ്ങ് മറഞ്ഞു പോയിട്ട് പിന്നീട് ഇവർക്ക് ബോധം വന്നപ്പോൾ ഇവർ കാനഡയിൽ അവരുടെ ആ കട്ടിലിൽ കിടക്കുകയാണ്. നോക്കുമ്പോൾ അടുത്ത ഡോക്ടറുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. ചികിത്സിച്ചു. അതായത് ഇവർ മരണപ്പെട്ടു പോയി. അപ്പോഴാണ് ഇവർ ഓർമ്മിക്കുന്നത്, ഇവർ കണ്ട ഇവരുടെ അച്ഛൻ, അമ്മ, മറ്റ് ബന്ധുക്കൾ അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയവരാണ്, നാട്ടിൽ വെച്ചിട്ട് മരിച്ചു പോയവരാണ്. അവരുടെ അടുത്തേക്കാണ് ഈ സ്ത്രീ നിമിഷം കൊണ്ട് കാനഡയിൽ നിന്നും ഈ ഭാഗത്തേക്ക് വന്നതായിട്ട് അവർ കാണുന്നത്. അവർ പറയുന്നത് ഇതൊരു സ്വപ്നമല്ല, റിയലാണ്. അതായത് ശരിക്കും നടന്ന ഒരു സംഭവമായി അവർ പറയുന്നുണ്ട്. അതിനുശേഷം അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയും ശാരീരികമായിട്ടുള്ള അവസ്ഥയൊക്കെ വളരെ മോശമായി. അങ്ങനെ ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് കാണുകയുണ്ടായി. വളരെ മെല്ലിച്ചു പോയി. അവർ നല്ല തടിയുള്ളവരൊന്നും ശരീരമൊക്കെ അങ്ങ് വളരെ ശോഷിച്ചൊരവസ്ഥയിലായി പോയി. അങ്ങനെ ഒരു അനുഭവം അവരെന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 10 നിമിഷമെങ്കിലും അവരുടെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയും സ്വദേശത്തേക്ക് തന്നെ അത് എത്തുകയും അവിടെ അവരുടെ മുൻഗാമികൾ മരിച്ചുപോയവരുടെ ആ ആത്മാക്കളുടെ ഇടയ്ക്ക് തന്നെ ഇവരും വന്ന് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം മരിച്ചു കഴിയുമ്പോൾ, ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ളവർ, അതായത് മരിച്ച് നിമിഷങ്ങൾ കൊണ്ട് തിരിച്ചു വന്നവരുടെ പഠനം നടത്തിയപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവർക്കുണ്ടായത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അതായത് ഒരു ബന്ധനത്തിൽ നിന്നും, അതായത് മനുഷ്യ ജീവിതം, ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒരു ആത്മാവ് കയറിയാൽ അതിനൊരു ബന്ധനമാണെന്നും അതിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ മറ്റൊന്നും ഓർമ്മയില്ലാതെ അവർ ഒരു സ്വാതന്ത്ര്യമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ആ ഒരു പഠനം തെളിയിച്ചത്. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന സൈറ്റ്, ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഞാനത് മുമ്പൊരു എപ്പിസോഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, 2 വർഷം എന്തോ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരത്, എൻ്റെ സുഹൃത്തുക്കൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയാം. ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അസ്വസ്ഥതയും ഒരു വയ്യായൊക്കെ എനിക്ക് 2 ദിവസം മുമ്പേ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഇനി മരിച്ചു പോകുമോ, ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത. ഇനി അങ്ങോട്ട് ജീവിതമുണ്ടോ, പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയ ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ സഹകരിച്ച കാര്യങ്ങളും അവരോടൊപ്പം സ്നേഹത്തിരുന്നതൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ മുന്നിലുള്ളവരെല്ലാവരും അന്യരായി പോകുന്നൊരു മാനസികാവസ്ഥ. പക്ഷെ അത് ഇത്രത്തോളം ഈ മാനസികാവസ്ഥ ഉണ്ടായെന്ന് എനിക്ക് അപ്പോൾ പൂർണ്ണമായും മനസ്സിലായില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവത്തിന് ശേഷമാണ് എനിക്ക് അയ്യോ അന്നിങ്ങനെ ഉണ്ടായത് ഇതാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ 2-3 ദിവസം എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായി. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങി രാത്രി ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത്, ഞാനിങ്ങനെ എന്നെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ വെട്ടമൊന്നുമില്ല. ഒരു ഗുഹയ്ക്കകത്തു കൂടി, ഒരു തുരങ്കത്തിനകത്തു കൂടി എന്നെ ഇങ്ങനെ കൊണ്ടുപോകണം. എത്രയോ ദൂരമുണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വളരെ ദൂരെയായിട്ട് ഒരു പ്രകാശം, വെളിച്ചം പോലൊരു പ്രകാശം. ഒരാൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷേ ഇയാളുടെ മുഖം കാണാൻ, ഇതാണാണോ പെണ്ണാണോ, പ്രായമുണ്ടോ കുറഞ്ഞതാണോ ഒന്നും അറിയില്ല. പക്ഷെ ഒരാൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഞാൻ അയാളുടെ പുറകെ പോവുകയാണ്. അപ്പോൾ എനിക്ക് മറ്റൊരു ചിന്തയും ഇല്ല.
ഇത് മാത്രം. പക്ഷെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഗുഹയ്ക്കകമെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വെപ്രാളം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എൻ്റെ ചിന്ത എത്രയും പെട്ടെന്ന് ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് എത്തണം. അങ്ങനെ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിനോടൊപ്പം. പക്ഷേ അപ്പോൾ എൻ്റെ ഈ ഒരു വെപ്രാളം കൂടി കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ വന്ന സ്ഥലത്തേക്ക് എവിടെ നിന്നാണ് തുടങ്ങി ആ ഭാഗത്തുനിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഇവിടെ പോയി എനിക്ക് രക്ഷപ്പെടണം. പിന്നീട് കുറേ അങ്ങോട്ട് പോകും തോറും എനിക്ക് തിരിച്ചു പോകണമെന്നൊരു ബോധം എനിക്കില്ല. ആ ഒരു അറിവ് എന്നിൽ നിന്ന് വിട്ടുപോയി. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവിടെ നിന്നും എനിക്ക് രക്ഷപ്പെട്ടു പോകുക. പക്ഷെ ആ രക്ഷപ്പെട്ട് ആ വെള്ളി വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കറിയാം വല്ലാത്തൊരു സ്വാതന്ത്ര്യം. കാര്യം ഞാൻ എത്രയോ നാൾ ആഗ്രഹിച്ചിരുന്നൊരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നു. ഈ ഒരു ഇതുണ്ട്. പക്ഷേ അവിടെ എത്തുന്നത് വരെ എനിക്കുണ്ടായിട്ടൊരു വെപ്രാളം അല്ലാത്തതായിരുന്നു. ഞാനിങ്ങനെ എത്രയോ സമയം എടുത്ത് നടന്ന് അവിടെ എത്തുമ്പോൾ കാണുന്നത് എന്നോടൊപ്പം വന്ന ആളിനെ കാണാനില്ല. പക്ഷെ എനിക്ക് അതിന് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല. കാര്യം അവിടെ വന്നപ്പോഴത്തേക്കും ആ ഇറങ്ങാനുള്ള ഭാഗത്തിൻ്റെ വലിപ്പം വളരെ കുറഞ്ഞു പോയി. രണ്ട് ഭാഗത്തും കൂരാകൂരിട്ടും എന്തോ ഒരു ഗുഹയാണല്ലോ, അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ചലിക്കാൻ പറ്റുന്നില്ല. പുറകിലോട്ട് തിരിച്ചു പോകണമെന്നൊരു ബുദ്ധിയോ ബോധമോ ഒന്നും എനിക്കുണ്ടാകുന്നില്ല. ഇവിടെ വന്ന് ഞാൻ അങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. എത്ര ശ്രമിച്ചാലും അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കില്ല. ഞാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ സാധിക്കില്ല. ആ സമയത്തിന് എനിക്കുണ്ടായ ഒരു വെപ്രാളം ഈ മുൻപ് ഉണ്ടായതിനേക്കാളും ഭയങ്കരമായിരുന്നു. വല്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് ഞാൻ ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും ഞാൻ മരിക്കും, അത്രയേറെ ഒരു വേദന എന്ന് വെച്ചാൽ ഈ മുറിപ്പിടുന്ന വേദന അല്ല, ഒരു വെപ്രാളം. എൻ്റെ ശരീരമൊക്കെ അങ്ങ് വെട്ടി വേർക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നും എണീറ്റപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്, എൻ്റെ ആരോഗ്യമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. ഒന്നുമില്ല, എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ ചുവരിൽ പിടിച്ച് നേരെ ഹാളിലേക്ക് വന്നിട്ട് അവിടെ ആ ഒരു സെറ്റ് കിടപ്പുണ്ട്, സോഫ സെറ്റ്. അതിനകത്ത് വന്ന് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ വീട്ടിൽ ആരും അറിഞ്ഞില്ല. നേരം വെളുത്ത് വീട്ടുകാർ വന്ന് വിളിച്ച് ചോദിക്കും, ഇതെന്ത് പറ്റി, ഇതെന്ത് കോലം എന്ന്. അതായത് പിന്നീട് നോക്കുമ്പോൾ എനിക്ക് എണീറ്റ് നിവർന്ന് നിൽക്കാനുള്ള ആരോഗ്യമില്ല. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു ദിവസമൊന്നുമില്ല, മണിക്കൂറുകൾ കൊണ്ട് ഏകദേശം ഒരു 1-2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. രാവിലെ ഒരു 6 മണിയോടുകൂടി വീട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ എൻ്റെ രൂപം ശരിക്കും കണ്ണാടിയിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഞാൻ പോലും അന്തം വിട്ടു. അതായത് പകുതിക്ക് താഴേക്ക് പോയി എൻ്റെ ശരീരം. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു അനുഭവം, എനിക്കിത് കുറച്ച് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, എനിക്കത് ഓർമ്മിക്കാൻ പോലും പറ്റുന്നത്. ഇപ്പോഴും ആ ഒരു അവസ്ഥ, ആ ഒരു സംഭവം എനിക്ക് ഓർമ്മിക്കുമ്പോൾ എനിക്ക് വല്ലാതെ വരുന്നുണ്ട്. അത് എൻ്റെ ഒരു ആത്മാവ് പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരുപാട് കണക്കുള്ള സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാനിതിങ്ങനെ തേടിപ്പോകുന്നൊരു വ്യക്തിയാണ്. പലരും പറഞ്ഞു. അപ്പോഴത്തേക്കൊക്കെ ഞാനത് ഇത്രയും ഇതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്കുണ്ടായപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ടല്ലോ, ഈ സംഭവം നടന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് പൂജയുമായി ബന്ധപ്പെട്ട് എനിക്ക് ദൂര സ്ഥലങ്ങളിലാണ്, മറ്റ് സ്റ്റേറ്റുകളിലാണ് ഒരുപാട് ഞാൻ പോകുന്നത്. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ് ഞാൻ ഡൽഹി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ താജ്മഹലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരായിട്ട് നിർത്തിയെടുത്തൊരു ഫോട്ടോയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൽ എൻ്റെ ഒരു കോലം കണ്ടോ, എൻ്റെ രൂപം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കോലം കണ്ടോ, എനിക്കൊരു അസുഖം വന്നിട്ടോ ഞാൻ പട്ടിണി കിടന്നിട്ടോ ഒന്നും സംഭവിച്ചതല്ല. ഈ ഒരു സംഭവത്തിന് ശേഷം, അപ്പോൾ അത് ഈ 1-2 ആഴ്ച കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ എണീറ്റ് നടക്കാറായപ്പോഴത്തേക്കുള്ള കോലം. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കോലം. ഈ 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിലുള്ള എൻ്റെ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ രൂപം ഇതാണെങ്കിൽ അന്ന് എങ്ങനെയായിരിക്കും? വീട്ടുകാരൊക്കെ നിലവിളിച്ചു പോയി എൻ്റെ രൂപം കണ്ടിട്ട്. ഇത് ഈ 1 മണിക്കൂർ 1-2-3 മണിക്കൂറിൻ്റെ ഇതെന്ത് സംഭവിച്ചെന്ന് അവർക്കറിയില്ല. ഇത് കഴിഞ്ഞു അത് ഈ ഡൽഹി പോകുന്നതിന് മുമ്പ് എനിക്കൊരു മദ്രാസ് യാത്ര ഉണ്ടായിരുന്നു. മദ്രാസിൽ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് കാറിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. ഇറങ്ങുമ്പോൾ കൂടെ ഉള്ളവരെന്നെ പിടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ ഇറങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തലയിറങ്ങി ഞാൻ വീണു പോയില്ല. അതിനുമ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ പിടിച്ചു. അങ്ങനെ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പം എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരാൻ ഒരു രോഗം വന്നിട്ടില്ല. മറ്റൊരു വിധത്തിലുള്ള എനിക്കറിയാൻ പറ്റുന്ന ഒരു പ്രശ്നങ്ങളും എന്നിലേക്ക് ഉണ്ടായില്ല. പക്ഷെ ഉണ്ടായത് ഈ ഒരു സംഭവം മാത്രമാണ്.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്നും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് നശിക്കാത്തിടത്തോളം കാലം അത് മരമായോ പുഴുവായോ പട്ടിയായോ പൂച്ചയായോ മനുഷ്യനായോ വീണ്ടും ജന്മമെടുക്കും എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. കാര്യം പുനർജന്മം എടുത്തവരെ അവരുടെ പുനർജന്മത്തെക്കുറിച്ച് പറയുന്ന അപൂർവമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇന്ന് യൂട്യൂബിൽ കയറി നോക്കിയാൽ അത് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണിത്: പുനർജന്മമുണ്ടോ, ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പുനർജന്മമുണ്ടോ? ആത്മാവുണ്ട്, ആത്മാവിനൊരു പുനർജന്മവും ഉണ്ടാകും. അതിന് ഒരു സംശയമുണ്ട്. ആത്മാവുണ്ടെന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്ന ആത്മാവ് മറ്റൊരു ജന്മം എടുക്കുന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ്. കാര്യം എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവ് കുറച്ച് നിമിഷമെങ്കിലും വിട്ടുപോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. വേറൊരു ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി, അതായത് ഞാൻ പലരിൽ നിന്നും പറഞ്ഞു കേട്ട അനുഭവങ്ങൾ പറയുന്നതിനോടൊപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി. കാര്യം ഇപ്പോഴും ഞാനത് പൂർണ്ണമായി ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കുമ്പോൾ എനിക്കിപ്പോഴും ഞാൻ തളർന്നു പോകും. കാര്യം ആ ചെന്ന് അവസാനിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അപൂർവമായി ചിലവരൊക്കെ ഇങ്ങനെ മരണത്തിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട്. അപ്പം അതിന് പല കാരണങ്ങൾ കാണും. കാര്യം നമുക്ക് മരണത്തിനുള്ള സമയമാകാതെ നമ്മൾ പോയാൽ പോലും ചിലപ്പോൾ നമ്മുടെ ആത്മാവ് തിരിച്ച് നമ്മുടെ ഈ ശരീരത്തിലേക്ക് വന്നതാകാം. അതുപോലെ ആയിരിക്കും എനിക്കും ആ ഒരു അനുഭവം ഉണ്ടായത്. കാര്യം ഞാൻ മരിച്ചു 2 വർഷത്തിന് മുമ്പ് ഒരിക്കൽ ഞാൻ മരിച്ചു. നിമിഷങ്ങളോളം എൻ്റെ ശരീരത്തിൽ ആത്മാവില്ലായിരുന്നു. ആ ആത്മാവ് പോയ ഒരു മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്. തിരിച്ച് ആ ശരീരത്തിലേക്ക് വന്നെങ്കിൽ പോലും എനിക്കുണ്ടായ ആരോഗ്യപരമായിട്ടും ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അത് വളരെ വലുതായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ട്, മാസങ്ങൾ എടുത്തിട്ടാണ് ഞാൻ വീണ്ടും പഴയൊരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഈ കാനഡയിൽ നിന്നും എൻ്റെ അടുത്ത് വന്ന ഈ ഒരു വ്യക്തിയുടെ അനുഭവം എന്ന് പറഞ്ഞാലും അവർക്കും ഇത് തന്നെയാണ്. അവർ അവിടെ മരിച്ചു കിടന്ന് അവിടെ വെച്ച് അവർ മരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് പിന്നീട് അവർ കാനഡയെക്കുറിച്ചോ അവരുടെ അവിടെ ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ കുട്ടികളോ മറ്റ് അയൽവാസികളെക്കുറിച്ചോ ഒന്നും അവർ അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ നേരെ അവരുടെ മരിച്ചുപോയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അവരുടെ മുൻതലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ആത്മാവിൻ്റെ അടുത്തേക്കാണ് അവർ വരുന്നത്. പക്ഷെ അത് ആത്മാവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. വീണ്ടും ഈ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് അവർ കാനഡയിലാണ്. എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ വേഗതയും അതിൻ്റെ ഒരു സ്വഭാവവും ഒക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുതന്നെയല്ല, ആത്മാക്കൾ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ അവർ വീണ്ടും ജീവിച്ചിരിക്കുന്ന മറ്റൊരു ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യത അത് ഒരുപാടുണ്ട്. അതാണ് ഈ പ്രേതങ്ങളെന്ന് പറയുന്നത്. അടുത്തൊരു എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പ്രേതാനുഭവമാണ്. കാര്യം ഞാൻ അല്ലെങ്കിൽ എൻ്റെ മുൻഗാമികൾ അല്ലെങ്കിൽ ഇപ്പം എന്നോടൊപ്പം ഇപ്പം ഇതേ കണക്കുള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യത്തിന് വളരെ വിരുദ്ധമായി, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്നറിയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ പ്രേതങ്ങളെ പിടിക്കാൻ പോകുന്നത് എൻ്റെ പരിചയത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബാധകളെ, പ്രേതങ്ങളെ, ആത്മാക്കളെ പിടിക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ്. എനിക്ക് ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യ 2 സംസ്ഥാനത്തിൽ മാത്രമേ ഞാൻ പോകാനുള്ളൂ. ബാക്കിയുള്ള ഏകദേശം ഉള്ളിടത്ത് ഞാൻ പോയി. ഇതേ കണക്ക് ഭാഷ അറിഞ്ഞൂടാത്ത സ്ഥലത്ത് വരെ പോയിട്ട് ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ പൂർവികരുടെയും എൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അതിൽ നിന്നൊക്കെ ഉള്ളൊരു അനുഭവങ്ങൾ വെച്ചിട്ട്, ഇത്രയും നാളത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഈ ചെയ്ത അതായത് അടുത്ത ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വ്യത്യസ്തമാണത്. നമ്മൾ ഇത്ര നാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊന്നും അല്ല ശരിക്കും പ്രേതത്തിൻ്റെ ഒരു അവസ്ഥയെന്ന്. അതെന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ അടുത്ത എപ്പിസോഡ് അത് അവതരിപ്പിക്കാം. പ്രേതങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ്? നശിച്ചു പോകുന്ന മനുഷ്യ ശരീരങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന ആത്മാക്കൾ, അതായത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരം നശിക്കുന്നു. ആ ആത്മാക്കൾ അത് പുനർജന്മം എടുക്കാതെ, മോക്ഷപ്രാപ്തി കിട്ടാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ചുറ്റിത്തിരിയുമ്പോഴാണ് അത് പ്രേതങ്ങളായി മാറുന്നത്.
അത് വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് കയറുമ്പോൾ ആ ആൾക്ക് പ്രേതബാധ ബാധിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന ആ ജീവിച്ചിരുന്ന ആൾ അതുവരെ കാണിക്കാത്ത പല ചേഷ്ടകളും സ്വഭാവ രീതികളും ഭാഷകളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് മറ്റൊരു പവർ ഈ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നതും ആ പവറിൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ആ പവർ ഇതുവരെ എന്താണോ ആഗ്രഹിച്ചത് അതാണ് ഈ ശരീരത്തിൽ വന്ന് നടത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പം ഇന്നത്തെ ചോദ്യം, ആത്മാവുണ്ടോ? ആത്മാവ് പുനർജനിക്കുമോ? ആത്മാവുണ്ട്, ആത്മാവ് പുനർജനിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചും ഇനി ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓരോരോ എപ്പിസോഡായിട്ട് ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാണ് അതിനെ പരിശോധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ ഞാൻ പൂർണ്ണമായി മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ജ്യോതിഷം നോക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി ആരൂഢിച്ച് പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് എന്നെ വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും വന്നോളൂ. തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.